കുറച്ചു കാലം നാളികേരത്തിന് ക്ഷാമം തന്നെ. ആഗോളതലത്തിൽ നാളികേര ഉൽപാദനം വളരെ കുറഞ്ഞുവന്നു എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. വിപണിയുടെ നിയന്ത്രണം ഉൽപാദകരുടെ കൈകളിൽ എത്തിയതോടെ നിരക്ക് സർവകാല റെക്കോർഡിലാണ്. സാമ്പത്തിക വർഷാന്ത്യം അടുക്കുന്നതിനാൽ അന്തർ സംസ്ഥാന ഇടപാടുകാർ പ്രധാന വിപണികളിൽ നിന്നുള്ള ചരക്ക് സംഭരണം കുറയ്ക്കും. രാജ്യാന്തര മാർക്കറ്റിൽ കുരുമുളക് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയായതിനാൽ ഏലത്തോട്ടങ്ങൾ പലതും നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ രീതിയിലാണ് പോകുന്നത്. ആഗോള നാളികേര ഉൽപാദനം കുറയുമെന്ന അന്താരാഷ്ട്ര നാളികേര സമൂഹത്തിന്റെ വിലയിരുത്തലിൽ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിന് വേഗത പകരുന്നു. നാളികേരത്തിന്റെ പ്രധാന ഉൽപാദക രാജ്യങ്ങളായ ഇന്ത്യ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഈ വർഷം ആദ്യ പകുതിയിൽ ലഭ്യത ചുരുങ്ങുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. മറുവശത്ത് US, യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയും വൻതോതിലാണ് ഭക്ഷ്യ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വെളിച്ചെണ്ണ ശേഖരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കയറ്റുമതി നടത്തുന്നത് ഫിലിപ്പീൻസ് ആണ്. ഇന്ത്യയും ശ്രീലങ്കയും ഏതാണ്ട് തുല്യമായ നിരക്കിലാണ് രേഖപ്പെടുത്തുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ വെളിച്ചെണ്ണയുടെ വില ടണ്ണിന് $2,894 നീങ്ങുമ്പോൾ ശ്രീലങ്ക $2,859 ചരക്ക് വാഗ്ദാനം ചെയ്യുന്നു. കൊപ്ര വിലയിലും ഇന്ത്യയാണ് മുന്നിൽ. കൊച്ചി വിപണന വില കണക്കാക്കിയാൽ ടണ്ണിന് $1,850. കഴിഞ്ഞ വാരം ഏകദേശം 4% വില വർധനയുണ്ടായിട്ടുണ്ട്. ശ്രീലങ്ക $1,726 രേഖപ്പെടുത്തി. അതേസമയം ഇന്തോനേഷ്യ $1,191 ചരക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അവർ ഫിലിപ്പീൻസ് കയറ്റുമതിയുമായാണ് മത്സരിക്കുന്നത്. വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ചരക്ക് ഇരു രാജ്യങ്ങളിലും വൻതോതിൽ കയറ്റുമതി നടത്തുന്നുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ നാളികേര കൃഷിയുള്ളത് ദക്ഷിണേന്ത്യൻ മേഖലയിലാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം മേഖലകളിലെ വിളവ് കുറയുകയാണ്. കാർഷിക മേഖലയിലെ ഈ ചലനങ്ങൾ വിലയിരുത്തിയാൽ മുന്നിലുള്ള മാസങ്ങളിലും ചരക്ക് ക്ഷാമം നിലനിൽക്കാം. പച്ചത്തേങ്ങയുടെയും കൊപ്രയ്ക്കും കരിക്കിനും ആകർഷകമായ വില ഉറപ്പുവരുത്താനാകും. കൊപ്രക്ഷാമം രൂക്ഷമായതോടെ മില്ലുകാർ വെളിച്ചെണ്ണ വില ഉയർത്തിക്കഴിഞ്ഞു. ബഹുരാഷ്ട്ര കൊപ്രയാട്ട് വ്യവസായികളും മറ്റ് വൻകിട മില്ലുകാരും പച്ചത്തേങ്ങ സംഭരിക്കാൻ പരക്കം പായുകയാണ്. കൊച്ചിയിൽ വെളിച്ചെണ്ണ 25,000 രൂപയിലും കൊപ്ര 16,600 രൂപയിലുമാണ് നീങ്ങുന്നത്. സാമ്പത്തിക വർഷാന്ത്യം അടുത്തതോടെ വിപണിയിൽ പണത്തിന് ഞെരുക്കം അനുഭവപ്പെടുന്നുണ്ട്. ഈ വാരം അത് കൂടുതൽ രൂക്ഷമായി മാറാനുള്ള സാധ്യതകൾ കണക്കിലെടുത്താൽ മുഖ്യ ഉൽപ്പന്നങ്ങളിലെ വാങ്ങൽ താൽപര്യം കുറയുമെന്നത് വിലയെ ചെറിയ അളവിൽ ബാധിച്ചേക്കാം. വായ്പാ തിരിച്ചടവുകൾ മുൻനിർത്തി ഒരു വിഭാഗം ചെറുകിട കർഷകർ ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാൻ തിടുക്കം കാണിക്കാം. അത്തരക്കാരെ മാറ്റി നിർത്തിയാൽ മറ്റുള്ളവർ പുതിയ സാമ്പത്തിക വർഷം പിറന്ന ശേഷം വിപണിയിൽ ശ്രദ്ധ ചെലുത്തുന്നതാവും മുന്നിൽ നിൽക്കുക. കുരുമുളകിന്റെ കാര്യം കൂടി നമുക്ക് നോക്കാം. രാജ്യാന്തര സുഗന്ധവ്യഞ്ജന മാർക്കറ്റിൽ കുരുമുളക് രാജാവായി തന്നെ തുടരുകയാണ്. ഇറക്കുമതിക്കാർ ലഭ്യത ഉറപ്പാക്കാൻ ഉയർന്ന വിലയ്ക്കും കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. വിയറ്റ്നാമിലും ഇന്തോനേഷ്യയിലും ബ്രസീലിലും സ്റ്റോക്ക് ചുരുങ്ങിയതോടെ വാങ്ങലുകാർ മലേഷ്യയ്ക്ക് മുകളിൽ താൽപര്യം കാണിക്കുകയാണ്. കുരുമുളകിനും വെള്ള കുരുമുളകിനും അവർ ഉയർന്ന വിലയാണ് ആവശ്യപ്പെടുന്നത്. യൂറോപ്യൻ ബയർമാരിൽ നിന്നുമുള്ള അന്വേഷണങ്ങൾ പ്രവഹിച്ചതോടെ വിയറ്റ്നാം കുരുമുളകിന് $7,100 മുതൽ $7,300 വരെ ആവശ്യപ്പെടുന്നു. ഇടുക്കി, വയനാട്, പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നും കൊച്ചിയിലേക്കുള്ള കുരുമുളക് നീക്കം കുറഞ്ഞു. കർഷകരും മധ്യവർത്തികളും ചരക്ക് നീക്കം കുറച്ച് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ കൊച്ചിയിൽ കുരുമുളക് 70,800 രൂപയാണ്. മലബാർ മുളക് വില ടണ്ണിന് 8,400 രൂപ കടന്നിരിക്കുന്നു.